ഞാൻ സിനിമ പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് പാഷന് വേണ്ടിയാണ്. എൻ്റെ ഒരു സന്തോഷം പാഷന് വേണ്ടി ഞാൻ ചെയ്യണേ. അതാണ് എൻ്റെ ഒരു സിനിമയുടെ ആറ്റിറ്റ്യൂഡ്. കോൺഫിഡൻറ്റ് ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. സോ ഞങ്ങൾ കടം മേടിക്കാറില്ല. കടം ധനമെന്ന് വിചാരിക്കുന്ന ഒരു ടീമല്ല. കടം കൊടുക്കാറുണ്ടോ സാർ? ഇല്ല, കൊടുക്കാറില്ല. നമസ്കാരം ഗൈസ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ CJ റോയ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒരു ബിസിനസ് ഐക്കണായ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുള്ളത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആക്ച്വലി നീട്ടി പിടിച്ചൊരു വീഡിയോ ചെയ്തതാണ് ഗൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ റിംഗ് ലൈറ്റിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചപ്പോൾ, ഫോൺ ക്ലിപ്പ് ചെയ്ത് വെച്ചപ്പോൾ ആ ബട്ടൺ ഇരുന്നത് വോയിസുമ്മയാണ്. അപ്പോൾ അത് കാരണം ഇതിപ്പോൾ ഞാൻ ആദ്യമേ രണ്ടാമത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത സീറോ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ വിത്തൗട്ട് ലോണിൽ ഇത്രയും കെട്ടിപ്പടർന്ന ഇദ്ദേഹത്തിന് ഓഫ് കോഴ്സ് ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. അപ്പോൾ വിജയ് മല്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ലൈക്ക് ആദ്യം വന്നത് ഇങ്ങനെ മരിച്ചു, എനിക്ക് സംശയം ഉണ്ടാക്കിയ കാര്യങ്ങൾ. ആദ്യം ഇങ്ങനെ സൂസൈഡ് ചെയ്തു ന്യൂസ് വന്നു. ആ ന്യൂസ് വന്നപ്പോൾ തന്നെ കേരളത്തിൽ ഓൾമോസ്റ്റ് ലോകത്തിലുള്ള എല്ലാവർക്കും ഓരോ കമന്റ്സ് വന്നപ്പോഴും ഇത് മർഡർ ആണ് പറഞ്ഞ ഓരോ കമന്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ബ്രദറിന്റെ വോയിസ് ഉണ്ടായിരുന്നു. ED ലൈക്ക് ഇൻകം ടാക്സിന്റെ ആ ഒരു റെയ്ഡിന്റെ കാര്യം 3-4 ദിവസമായിട്ടുണ്ട്. അവർ റിട്ടേൺ അവരുടെ പ്രഷർ ഉണ്ട്, സംസാരിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞ എല്ലാം ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഓക്കെ, പിന്നെ ഷൂട്ട് ചെയ്ത കാര്യം, ഈ ഒരു ഡിഫറൻസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അത് 5ാം വാരിയലിന്റെ ഉള്ളിൽ കൂടെ ശ്വാസകോശത്തിൽ തട്ടിയിട്ടൊക്കെ മരിച്ചു എന്നൊക്കെയാണ് ന്യൂസ് വന്നത്. അപ്പൊ ഇന്നലെയാണ് പെട്ടെന്ന് ഈ സാധനം തിരിഞ്ഞിട്ട് ഡയറി കുറിപ്പ് വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ മനുഷ്യാവസ്ഥയല്ലേ, ലോകത്ത് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് മരിക്കേണ്ട ആവശ്യമുണ്ടോ? ബട്ട് ആക്ച്വലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുകയും അടി തെറ്റിയാൽ ആനയും വീഴും. ഞാനും ചിന്തിച്ചു, ഞാൻ ഇതിന്റെ പുറകെ എന്നാലും ഓക്കെ, ഞാനിത് പലരോടും പറയുമ്പോൾ അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു തോട്ടും സാധനങ്ങളൊക്കെ വന്നു. അപ്പൊ ഇന്നലെ ഇതിൽ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഡയറി കിട്ടി, ഇങ്ങനെ 9 ദിവസം പേജ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ ബിസിനസ് ആര് ടേക്കപ്പ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. എന്റെ പൊട്ടബുദ്ധിക്ക് എനിക്ക് തോന്നിയേ, നോർമലി സൂസൈഡ് ചെയ്യാൻ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ ഒരു 8 മിനിറ്റ് പീരീഡിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡൈവേർട്ട് സംഭവം വന്നു കഴിഞ്ഞാൽ വി വിൽ മൂവ് ഫ്രം ദാറ്റ് മൈൻഡ്. ഒരാൾ വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ മാറും എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ്. അപ്പോൾ ഞാൻ വെച്ച് ഈ 9 പേജ് ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വച്ച് കഴിഞ്ഞപ്പോൾ പോലും അവസാനം ഞാൻ അങ്ങനെ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ ചെയ്യാൻ പോവാണ് ഇന്നാളുടെ അങ്ങനെയൊക്കെ എഴുതി വച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മനസ്സിനൊരു വ്യത്യാസം വന്നില്ലെന്ന് എനിക്ക് തോന്നി. കാരണം കാറ് നോക്കി നിന്നിട്ട് ആട്ടി ഓടിച്ചിട്ട് 36ാമത്തെ വയസ്സിൽ പ്ലെയിൻ വാങ്ങിച്ച വ്യക്തിയാണ്. സീറോ ഡെറ്റ്, ലോൺ ഇല്ലാതെ ഇത്രയും സംഭവങ്ങൾ കെട്ടിപ്പടുത്തിയ ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാ. അപ്പോൾ അഭിമാന പ്രശ്നം നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആരോടെങ്കിലും, അറ്റ്ലീസ്റ്റ് സ്വന്തം അനിയനോടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞിരുന്ന അനിയനെ അവിടെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അനിയന് പോലും അറിയില്ലായിരുന്നു. വൈഫിനോടൊക്കെ ചോദിച്ചു എന്ന് പറയണ്ടായിരുന്നു, ഞാനില്ലാതെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അനിയൻ പറയുന്നുണ്ടായിരുന്നു ഇവരെ ടാക്സിന്റെ ആൾക്കാർ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അവർ അതിന് സമാധാനം പറയണം, പത്രസമ്മേളനം വെച്ചതാണ് ഈ ഡയറി കിട്ടിയോടും ടേക്കപ്പ് ചെയ്താന്നൊക്കെ. പക്ഷെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും ബിസിനസ് അരച്ചെളുക്കി കുടിച്ച വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മൂവ് ഉണ്ടാകുന്ന പ്രതീക്ഷയില്ല. പിന്നെയാണോന്ന് ഇറങ്ങി ചിന്തിച്ചപ്പോൾ ഓക്കെ, അടി തെറ്റിയാൽ ആനയും വീഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരോടെങ്കിലും ഈ ഒരു കാര്യം പറയായിരുന്നു, നിങ്ങൾക്ക് തോന്നുന്നില്ല ഉറപ്പായിട്ടും സൊല്യൂഷൻ കിട്ടുമായിരുന്നു, 101% സൊല്യൂഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഈഗോ ഹിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ലേ, പണ്ടത്തെ കാലത്ത് ഈ സ്വർണ്ണത്തളികയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു താഴോട്ട് ഇറങ്ങേണ്ട വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ വയ്യ, അദ്ദേഹത്തിന് അത് ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ ആലോചിച്ചു, വിജയ് മല്യയൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നില്ല, അപ്പൊ ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാറുണ്ട്, കാർ ഏതെങ്കിലും ഒന്ന് വിൽക്കായിരുന്നില്ല? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയത്തില്ല എത്രയാണ് പണം ഇത് വന്നേക്കുന്നത്, തിരിച്ചടി എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പൊട്ടബുദ്ധിക്ക് പറയുന്നതാ. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, പണം കൊടുക്കാനുള്ള ആൾക്കാരുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും ആസ്തിയുള്ള ഈ വ്യക്തിക്ക് 2 കാറ് വിറ്റില്ല, അല്ലെങ്കിൽ അറിയില്ല കേട്ടോ, ഞാൻ പറയുന്ന മണ്ടത്തരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ തോട്ട് ഒരു പച്ച മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള തോട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാറ് വിറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇവർക്ക് തന്നെ ഇത് സോർട്ട് ചെയ്യായിരുന്നു. അതിന് ഇത്ര ആസ്തിയുള്ള മനുഷ്യനാണെന്ന് പറയപ്പെടുന്നു, അത് ചെയ്യായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യാതെ ഇതിന് എന്തൊരു സൊല്യൂഷൻ ഉണ്ടാവാന്ന് ചോദിക്കാനുള്ള മടിയാണോ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു എക്സ്ട്രീം എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഒരു സാധനം എഴുതി വെച്ചത് ആ ഒരു സംഭവം കൊണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയി ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ്. ബട്ട് ആള് കോൺഫിഡന്റ് ആണ്, പക്ഷെ ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ്.
എക്സ്ട്രീം സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും സമാധാനം മുഖ്യം. ഇതിൽ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് തെറ്റി. കാരണം സമാധാനമാണ് ബേസ്. സമാധാനവും പൈസയും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം. സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ രീതിയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ യെസ്, ഞാൻ ആ കണ്ട സ്റ്റാറ്റസിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയ്ക്ക് വരെ കോൺഫിഡന്റ് പോയി. അപ്പൊ സമാധാനമാണ് മക്കളെ എല്ലാം. അപ്പോ നമ്മൾ പറയുന്നുണ്ടോ മണി ഈസ് എവറിത്തിങ്, ചിലർ പറയുന്നുണ്ട് മണി ഈസ് നോട്ട് എവറിത്തിങ്. മണി ഈസ് എവറിത്തിങ്, അറ്റ് ദ സെയിം ടൈം പീസ് ഈസ് എവറിത്തിങ്. വിത്തൗട്ട് പീസ് നത്തിങ്.